അസമിൽ ആദ്യഘട്ട പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 70.19% പോളിംഗ് രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. 43 ബൂത്തുകളിൽ റീപോളിംഗിന് ശുപാർശ ചെയ്തതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ടീൻസുകിയ, ദിബ്രുഗഡ്, മജുലി, ജോർഗഡ് എന്നിവ ഉൾപ്പെടെ 14 ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത്. മണിപ്പൂരിലെ ചുരാചന്ദ്പൂരിൽ ജോയിന്റ് സ്റ്റുഡന്റ് ബോഡി ആഹ്വാനം ചെയ്ത് ബന്ദ് തുടരുന്നു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് മണിപ്പൂർ പോലീസ് അറിയിച്ചു. മണിപ്പൂരിൽ കുക്കി, മെയ്തി വിഭാഗങ്ങളുടെ സംഘർഷം 2 വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് ജെഎസ്പിയുടെ നേതൃത്വത്തിൽ ബന്ദ് നടത്തുന്നത്. ജമ്മു ശ്രീനഗർ ദേശീയപാതയിലെ റംബാനി സമീപം മണ്ണിടിച്ചിൽ. നിരവധി ട്രക്കുകളും മറ്റു വാഹനങ്ങളും ദേശീയപാതയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇന്ന് പുലർച്ചെയോടെയാണ് മണ്ണിടിച്ചിലുണ്ടായത്. പഞ്ചാബിലെ ബിയന്ത് നഗറിൽ അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കി ജില്ലാ ഭരണകൂടം. ഭട്ടിൻഡ വികസന അതോറിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം അനധികൃതമായി കയ്യേറിയെന്ന പരാതി ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് പൊളിച്ചുനീക്കൽ നടത്തിയത്. രമേശ് സാഹ്നി എന്നയാളാണ് അനധികൃതമായ ഭൂമി കൈവശം വെച്ചതെന്ന് അധികൃതർ പറഞ്ഞു. ഇയാൾക്കെതിരെ മയക്കുമരുന്ന് കൈവശം വെച്ചതുൾപ്പെടെ 4ഓളം കേസുകളും 12ഓളം എഫ്ഐആറുകളും നിലവിലുണ്ട്. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം 1000 കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുന്നു. ഇതിനായുള്ള ലേലം ഈ മാസം 6-ന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ കുബേർ സംവിധാനം വഴി നടക്കും.